Hello everyone. So we have mathematical problems in our exam ഹാളിലായാലും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും ഒരുപാട് സ്റ്റുഡൻസ് പറയുന്ന ഒരു പ്രശ്നമാണ് പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നുള്ളത്. അത് മാത്തമാറ്റിക്സിൽ എന്തെങ്കിലുമൊക്കെ തിയറീസ് ആവാം അല്ലെങ്കിൽ വേറെ കോൺസെപ്റ്റ്സോ കാര്യങ്ങളൊക്കെ ആവാം. പക്ഷേ പ്രൂവ് ദാറ്റ് എന്ന് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ തെളിയിക്കുക എന്ന് കാണുകയാണെങ്കിൽ എന്താണ് അവിടെ വെച്ചിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് എക്സാം ഹാളിലൊക്കെ ടൈം വേസ്റ്റ് ആണ്, അതിലോട്ട് നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യൻ വായിച്ച് പോലും നോക്കാതെ കംപ്ലീറ്റ് ആയിട്ട് പോലും നോക്കാതെ എന്ത് ചെയ്യും, അടുത്ത ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലോട്ട് പോകും. പക്ഷേ ഇത്രയ്ക്ക് പേടിക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയേണ്ട ഒരാളാണോ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്? ഒരിക്കലുമല്ല. നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള BSc MSc അങ്ങനെ ഏത് കോഴ്സിന് പോവുകയാണെങ്കിലും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൾജിബ്ര ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫുൾ കംപ്ലീറ്റ് പ്രൂഫുകളും അതുപോലുള്ള കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതൊരു പേടി സ്വപ്നമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ നമുക്കത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ടാണ് അത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനുമായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 4 സ്റ്റെപ്സ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന 4 സ്റ്റെപ്സ്. സോ ഇതിൽ ഓരോ സ്റ്റെപ്പിലും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി പ്രൂവ് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ഇഷ്യൂ എന്നുള്ളതാണ്. ഒരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ എന്താണ് നമ്മൾ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്? ചിലപ്പോൾ നമുക്ക് അവിടെ വാല്യൂസ് ഒന്നും തന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഓൾജിബ്രയ്ക്ക് വേരിയബിൾസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, എക്സ് വൈ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അത് കാണുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പേടിയാണ് അല്ലേ? എക്സ് വൈ കാണുന്ന സമയത്ത് പേടിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ സെൻറ്റൻസ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ, ന്യൂമറിക്കൽ വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ സെൻറ്റൻസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സെൻറ്റൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ അതൊക്കെ കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഏത് തിയറിയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഏത് കാര്യമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷൻ ആവാറുണ്ട്. സോ നിങ്ങളുടെ ആ കൺഫ്യൂഷനൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളിവിടെ മാറ്റിയെടുക്കാൻ പോവാണ്. കാരണം ഒരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് അല്ലേ? ഒരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഫൈനൽ ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റെക്ടാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ട് ഏരിയ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈനൽ ആൻസർ കിട്ടണം. പക്ഷേ അവിടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല. പക്ഷേ നമുക്ക് ഒരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഫൈനൽ ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ട്. ആ തന്ന ആൻസറിലോട്ട് ജസ്റ്റ് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വഴി. അപ്പോൾ ഒരു നിലക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആൻസർ തന്നിട്ട് ആൻസറിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മളുടെ വിവരം വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ക്വസ്റ്റ്യന് ആൻസറിലോട്ട് പതുക്കെ ഇങ്ങനെ എത്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, വളരെ ഈസിയാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 4 സ്റ്റെപ്സ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോവാണ്. സോ ഇതിൽ ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു മെത്തഡോളജി പഠിക്കുകയാണെങ്കിൽ, ഈ ഒരു സ്റ്റൈൽ പഠിക്കുകയാണെങ്കിൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ്, ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ ചെയ്യുന്ന സമയത്തൊക്കെ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് എന്താ, ഐഡൻറ്റിഫൈ ദ ടോപ്പിക് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വർഷം ഇപ്പോൾ 9th സ്റ്റുഡൻറ്റ്, 10th, +1, +2 ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ഒരു വർഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് ടോപ്പിക്സ് പഠിക്കും അല്ലേ? ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ പഠിക്കുക? ഇപ്പോൾ ട്രിഗ്നോമെട്രിയുടെ ഭാഗമായിട്ടുള്ള പഠിക്കാം, ആൾജിബ്ര പഠിക്കുന്നുണ്ട്, ജോമെട്രി ഉണ്ട്, കാൽക്കുലസ് ഉണ്ട്, അരിത്തമെറ്റിക് ഉണ്ട്, നമ്പർ തിയറി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് തിയറീസ് അല്ലെങ്കിൽ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഒരു വർഷം തന്നെ പഠിക്കാറുണ്ട്. സോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൽ ഏത് ടോപ്പിക്കിൽ വരുന്ന ആളാണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് ടോപ്പിക് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത്? കാരണം എവിടുന്ന ക്വസ്റ്റ്യൻ വന്നതെന്ന് അറിയാതെ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ധാരണ വേണം ഈ ഒരു കാറ്റഗറിയിൽ എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, സോ നമ്മൾ ആ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എങ്ങനെ ടോപ്പിക്ക് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ, പ്രൂവ് ദാറ്റ് ദ ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. ഒരു പാരലോഗ്രാമിൻ്റെ ഒരു സമാന്തരികത്തിൻ്റെ വികരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഏത് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ജോമെട്രിയാണ് അല്ലെ? ജോമെട്രിക്കൽ ഷേപ്പുകൾ നമ്മൾ കാണാറുള്ള റെക്ടാങ്കിൾ, സ്ക്വയർ, പാരലോഗ്രാം, സർക്കിൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ്, ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ ഷേപ്പുകളാണ്. സോ ഇതും എന്താണ്, ജോമെട്രിക്കൽ ഷേപ്പുകളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മളിവിടെ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇതെന്താണ്, ജോമെട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം, ഓൾജിബ്രയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു എക്സാമ്പിൾ. പ്രൂവ് ദാറ്റ് a + b ² = a² + 2ab + b². ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓൾജിബ്രയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യമാണ്. ഓൾജിബ്രയ്ക്ക് ഐഡന്റിറ്റിയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഓൾജിബ്രയാണ്. സോ ഇത്തരത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നിൻ്റെയും ടോപ്പിക്ക്, ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിലാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈസിയുള്ള പരിപാടിയാണ് അല്ലേ? നമുക്ക് വളരെ 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഈ കാര്യം മനസ്സിലാവും. സോ എന്നാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഐഡന്റിഫൈ ദ തിയറി എന്നുള്ളതാണ്.
നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഒരു ടോപ്പിക്കിൽ തന്നെ ഒരുപാട് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഓൾജിബ്ര എടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് തിയറീസ് ഉണ്ട്, ജോമെട്രിയിലുണ്ട്, ട്രിഗോമെട്രിയിലും കാൽക്കുലസിലൊക്കെ എന്തുണ്ട്, ഒരുപാട് തിയറീസ് ഉണ്ട്. സോ ഈ തിയറീസിൽ ഏത് തിയറി ആയിരിക്കണം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. ടോപ്പിക് നമുക്ക് ഓൾറെഡി കിട്ടി, ഇനി ആ ടോപ്പിക്കിൽ ഏത് തിയറി ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തിനാണ് നമ്മൾ തിയറി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? കാരണം നമുക്ക് ആ ഒരു തിയറി ഏതാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ആ ടോപ്പിക്കിൽ ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ദ ക്വസ്റ്റ്യൻ വിത്ത് യുവർ നോളജ്. അതായത് നമ്മുടെ വിവരമായിട്ട്, നമ്മുടെ ഐഡിയാസുമായിട്ട്, നമ്മുടെ കോൺസെപ്റ്റ്സുമായിട്ട് എന്ത് ചെയ്യണം, ആ ക്വസ്റ്റിനെ കണക്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ആ ടോപ്പിക്കാണ് നമുക്ക് മനസ്സിലായി, പക്ഷേ ആ ടോപ്പിക്കിൽ എവിടെ, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ ഏത് തിയറിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അത് നമുക്ക് അറിയണ്ടേ. അപ്പോൾ തിയറിയുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഏത് തിയറിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. സോ നമ്മളിവിടെ നോക്കി വിചാരിക്കുക, ഇവിടെ നമുക്ക് ഈ ഒരു കേസ് എടുത്ത് നോക്കാം, പാരലോഗ്രാമിൻ്റെ ആ ക്വസ്റ്റിൻ്റെ കേസ് തന്നെ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏത് തിയറി ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾ 8th-ലും 9th-ലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു പ്രൂഫ് തന്നെയാണിത്. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത് ട്രയാങ്കിൾസിൻ്റെ കോൺഗ്രൻസി എന്ന് പറയുന്ന തിയറിയാണ് അല്ലേ, കോൺഗ്രൻസ് ഓഫ് ട്രയാങ്കിൾസ്. അപ്പോൾ ആ ഒരു തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടണം. ടോപ്പിക് ഏതാണ്, ജോമെട്രി. ജോമെട്രിയിൽ ഏത് തിയറി, കോൺഗ്രൻസ് ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു തിയറി കിട്ടി, എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ബേസിക് ഐഡിയ കിട്ടി. ഇനി നമ്മൾ ഓൾജിബ്രാക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾജിബ്രയാണ് നമുക്ക് മനസ്സിലായി ടോപ്പിക്ക്, പക്ഷേ ഇവിടെ ഏത് തിയറി, നമുക്ക് ഓൾജിബ്രായിക് എക്സ്പ്രഷൻസിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്ന തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന തിയറിയാണ് ഈ ഒരു കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, ടോപ്പിക്കിൽ നിന്ന് തിയറിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ടോപ്പിക്ക് കിട്ടി, തിയറി കിട്ടി. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ വർക്കിൻ്റെ 50% ഇവിടെ കഴിഞ്ഞു. ഓക്കെ, 50% വർക്ക് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇതോടുകൂടി ഇതിൻ്റെ മേജർ പാർട്ട് കഴിഞ്ഞു. കാരണം മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവം, ഒരു വിശാലമായി കിടക്കുന്ന ഒരു ഏരിയയാണ്. അതിൽ നിന്നൊരു ടോപ്പിക് നമ്മൾ ആദ്യം എടുത്തു, ടോപ്പിക്കിൽ നിന്ന് തിയറി എടുത്തു. ഇപ്പോൾ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. ഓക്കെ, ഇനി നമുക്കറിയാം ഏത് തിയറിയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടിയല്ലോ അല്ലേ. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി, 50%, 50%, ഹാഫ് ഓഫ് ദ വർക്ക് എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഐഡൻറ്റിഫൈ ദ ട്രൂ ഡാറ്റ എന്നുള്ളതാണ്. ഡാറ്റ എന്താ, ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ്, അതാണ് ട്രൂ ഡാറ്റ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻസിലാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് തന്നിട്ടുണ്ടാവും, ചില ക്വസ്റ്റ്യൻസിലാണെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ 2 ലൈൻസ് തമ്മിൽ പാരലൽ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ട്രയാങ്കിൾസ് തമ്മിൽ സിമിലർ ആണ്, അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ഇവിടെ എന്തായിട്ട് ഉദ്ദേശിക്കുന്നത്, ഡാറ്റ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താ ഈ ഡാറ്റൻ്റെ ഇമ്പോർട്ടൻസ്, ഈ ഡാറ്റ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ക്വസ്റ്റ്യനെയും ആൻസറിനെയും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. ഓക്കെ, ഇത് ജസ്റ്റ് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എത്തിപ്പെടേണ്ട ആൻസർ ഉണ്ട്. പക്ഷേ ഈ 2 ആൾക്കാർ നമ്മൾ ലിങ്ക് ചെയ്യിക്കാനുള്ള, കണക്ട് ചെയ്യിക്കാനുള്ള ബ്രിഡ്ജാണ് ആര്, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത്. അല്ലാതെ ക്വസ്റ്റ്യനിൽ വെറുതെ കുറേ ഡാറ്റാസ് തന്നതാണോ, അല്ല. എപ്പോഴും തന്നിട്ടുള്ള ഡാറ്റ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതുള്ള ഐഡിയ കിട്ടും. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ, പ്രൂവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ തന്നിട്ടുള്ള ഗിവൺ ഡാറ്റാസ് എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം ആ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഏത് വേയിലാണ് നമ്മൾ പോകേണ്ടത്, എന്ത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതുള്ള ഐഡിയ നമുക്ക് അവിടെ തന്നെ കിട്ടും. സോ ഡാറ്റ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കേസ് നോക്കാം. അപ്പോൾ നമ്മുടെ ഡയഗണൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് പറഞ്ഞ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ പാരലോഗ്രാം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഡാറ്റ. ഓക്കെ, പാരലോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, ഈക്വൽ ആണ്, പിന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ പാരലോഗ്രാം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡാറ്റ. കാരണം അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അങ്ങനെ ഒരുപാട് തിയറീസ് പറയാൻ പറ്റും. സോ ഇവിടെ തന്നുള്ള ഡാറ്റ അതാണ്. ഇതേപോലെ ഓരോ ക്വസ്റ്റ്യനിലും ഇപ്പോൾ നമ്മൾ ഓൾജിബ്രായിക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ വാല്യൂസ് തന്നിട്ടുണ്ടാവും, ചില വാല്യൂസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ, വൈ എന്ന് പറയുന്ന ഒരാളുണ്ട്, 2 ആൾക്കാർ നമ്മൾ റിലേഷൻ, വൈ = 2x, അങ്ങനെ എന്തെങ്കിലും റിലേഷൻസ് തരാം. സോ ഇതൊക്കെ എന്താണ്, തന്നിട്ടുള്ള കണ്ടീഷൻസ് ആണ്, അതാണ് നമ്മൾ ഡാറ്റ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്വസ്റ്റ്യനും അതേപോലെ തന്നെ നമ്മുടെ ഫൈനൽ ആൻസർ തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, തിയറി അറിയാം, ഏത് തിയറിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആ തിയറിയിൽ ഉപയോഗിക്കാനുള്ള ഡാറ്റ അറിയാം. ഇനി എന്താ നമുക്ക് വേണ്ടത്, ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് ഐഡൻറ്റിഫൈ ദ ട്രിക്ക് എന്നുള്ളതാണ്. ഡാറ്റ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം, തിയറി അറിയാം. ഈ ഡാറ്റയെ വളരെ സ്യൂട്ടബിൾ ആയുള്ള രീതിയിൽ ഈ തിയറിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ട്രിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ലോജിക്കൽ ആയിട്ടുള്ള, വളരെ ബുദ്ധിപരമായിട്ട് മാത്രം ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ജസ്റ്റ് കിട്ടിയിട്ടുള്ള ഡാറ്റാസിന് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു തിയറിയിലോട്ട് അപ്ലൈ ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണക്ട് ദ ട്രിക്ക് വിത്ത് ദ ഡാറ്റ ആൻഡ് തിയറി. ഓക്കെ, കാരണം ഈ തിയറിയിൽ നിന്നാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ ആ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ട ആൾക്കാരാണ് ഈ തന്നിട്ടുള്ള ഡാറ്റ. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, ഒരു മെഷീൻ പോലെയാണ് തിയറി. അപ്പോൾ ഈ മെഷീനിലോട്ട് നമ്മൾ ഈ തന്നിട്ടുള്ള ഇൻപുട്ട് ഡാറ്റ ഇട്ട് കൊടുത്തിട്ട് എന്ത് കിട്ടും, നമുക്ക്
നമുക്ക് വേണ്ട സംഭവത്തിന് നമുക്ക് അതിന് ഔട്ട്പുട്ട് ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു മെഷീൻ പോലെ എന്ത് ചെയ്താൽ മതി, അസ്യൂം ചെയ്താൽ മതി. അതേപോലെ തന്നെ സിംപ്ലിഫൈ ദ പ്രോബ്ലം, അതായത് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് കുറച്ച് വൃത്തിയില്ലാത്ത ഫോമിലായിരിക്കും, ചിലപ്പോൾ കുറേ ഡിവിഷനും കുറേ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ മിക്സ് ആയി കിടക്കുന്ന വലിയ എക്സ്പ്രഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ക്യാൻസൽ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ സിംപ്ലിഫൈ ചെയ്യുക, അങ്ങനെ എന്ത് ചെയ്യുക, കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എത്തിക്കുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് അതിന് ആൻസേഴ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കണക്ട് വിത്ത് ദ ക്ലൈമാക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് അടിപൊളി അല്ലെങ്കിൽ പിന്നെ സിനിമേൻ്റെ ഒരു ഫീൽ കിട്ടുമോ, ഇല്ല. അപ്പോൾ ക്ലൈമാക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്ലൈമാക്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു പ്രൂഫ് അല്ലേ, എവിടെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടതെന്നുള്ള ആ ഫൈനൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. സോ ഈ ക്ലൈമാക്സ് എപ്പോഴും നമ്മൾ അവസാനം മാത്രം കൺസിഡർ ചെയ്യേണ്ട ആളാണോ, അല്ല, തുടക്കം മുതലേ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എവിടെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് അല്ലേ, ഫൈനലി നമ്മൾ റീച്ച് ചെയ്യേണ്ട പ്ലേസ് ഏതാണെന്നുള്ളത് കൃത്യമായുള്ള ഐഡിയ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്തുണ്ട്, നമുക്ക് ഓൾറെഡി ആൻസർ അറിയാം. ഓക്കെ, ഓൾറെഡി ആൻസർ തന്നിട്ടുണ്ട്, ആ ആൻസറിലോട്ട് നമ്മൾ എത്തിക്കുകയാണ്. അപ്പോൾ ഈ ക്ലൈമാക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്, ക്ലൈമാക്സ് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ആ ക്ലൈമാക്സിലോട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ആ ക്ലൈമാക്സിലോട്ട് എത്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ്. അതോടുകൂടി എന്ത് ചെയ്യും, നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലെത്തും. സോ ഒന്നും കൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 4 സ്റ്റെപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ, ഏത് ടോപ്പിക്കാണ്. പിന്നെ ആ ടോപ്പിക്കിൽ തിയറി ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ അവിടെ തന്നുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ തന്നുള്ള ഡാറ്റാസും തിയറിയും കിട്ടി കഴിഞ്ഞാൽ രണ്ടും കൂടെ ലിങ്ക് ചെയ്യിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ട്രിക്ക് അപ്ലൈ ചെയ്യുക. അതോടുകൂടി നമ്മൾ എന്തെത്തും, അതിൻ്റെ ക്ലൈമാക്സിലെത്തും അല്ലെങ്കിൽ ഫൈനൽ ആൻസറിലെത്തും. ഓക്കെ, സോ ഇത്രയും സിമ്പിളാണ് ഈ ഓരോ പരിപാടികളും. പക്ഷേ കുറേ ആൾക്കാർ ആലോചിക്കുന്നുണ്ടാവും, സാറിന് ഇപ്പോൾ ഇതൊക്കെ പറയാം, കാരണം എന്താ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങളല്ലേ ചെയ്യുന്നത്, ഞങ്ങളല്ലേ പ്രോബ്ലംസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, ഇത് പറ്റും. കാരണം എന്താ ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഇനി കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻ ഇപ്പം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പോകെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇതേ ഒരു പാറ്റേൺ നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ടോപ്പിക് കണ്ടു, തിയറി നോക്കി, തിയറിയിൽ തന്നെ തന്നുള്ള ഡാറ്റാസ് അപ്ലൈ ചെയ്തു, ട്രിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ ആൻസറിലോട്ട് എത്തി. സോ ഈ ഒരു മെത്തഡോളജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിലും മാത്തമാറ്റിക്സിലെ ഏത് ക്വസ്റ്റ്യനും അപ്രോച്ച് ചെയ്യേണ്ട ഒരു സ്റ്റൈലുണ്ട്. പല ആളുകൾക്കും അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് അറിയാത്തതുകൊണ്ടാണ് ഒരുപാട് ഇഷ്യൂസ് വരുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിച്ച സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയതാവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ച സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവാത്തതാവാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഓരോ ക്വസ്റ്റ്യനും ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെ ആയിരിക്കണം അതിൻ്റെ സ്റ്റെപ്പ്, ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണ്, ആ സംഭവങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്നായാലും, അതിപ്പോൾ ജോമെട്രി ആയാലും ആൾജിബ്ര ആയാലും കാൽക്കുലസ് ആയാലും ഏതാണെങ്കിലും എല്ലാത്തിൻ്റെയും ബേസിക് സ്ട്രക്ചർ സെയിം ആണ്. നമ്മൾ ഈ 4 സ്റ്റെപ്പിലൂടെ തന്നെയാണ് പോകേണ്ടത്. പക്ഷേ ഓരോ ക്വസ്റ്റ്യനും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷേ ജനറൽ സ്റ്റെപ്പുകൾ എന്താണ്, ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്ത് ചെയ്യാം, നിങ്ങൾ ഇനി ചെയ്യുന്ന പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടും, കുഴപ്പമില്ല. കാരണം എന്താ, നിങ്ങളെല്ലാവരും പഠിക്കുന്നതാണ് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് തലയിൽ കയറ്റുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക, റീകളക്ട് ചെയ്തിട്ട് മനസ്സിൽ നിന്ന് എന്ത് ചെയ്യുക, എടുത്തിട്ട് നമ്മുടെ ബ്രെയിനിൽ കയറ്റി വെച്ചുള്ള സാധനങ്ങളൊക്കെ വീണ്ടും യൂസ് ചെയ്തിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻസ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഈ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ വളരെ ഫേമസ് ആയ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ദ വേർഡ് ഇറ്റ്സെൽഫ് സേസ് ഇറ്റ്സ് ഐ ആം പോസിബിൾ അല്ലേ. അതായത് ഇമ്പോസിബിൾ എന്നല്ല, എന്താണ് പോസിബിൾ ആണ്. പക്ഷേ എന്ത് വേണം, പ്രാക്ടീസ് വേണം, കൃത്യമായുള്ള സ്ട്രാറ്റജി വേണം, നമ്മൾ പറയുന്ന മെത്തേഡ്സ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് മാത്രമാണ്. ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിലും, മാത്തമാറ്റിക്സിലെ ഏത് കേസ് എടുക്കുകയാണെങ്കിലും ഓരോ ക്വസ്റ്റ്യനും അപ്രോച്ച് ചെയ്യേണ്ട സ്റ്റൈലുണ്ട്, ഓരോ ക്വസ്റ്റ്യനെയും അപ്രോച്ച് ചെയ്യേണ്ട മെത്തേഡ്സ് ഉണ്ട്. സോ എന്ത് ചെയ്യണം, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം പഠിച്ച സംഭവം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതും കൂടെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്സിലൊക്കെ നിങ്ങൾക്ക് ഇതിലുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വേണമെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ എക്സാം പേപ്പർ നിങ്ങൾ പോയിരിക്കുന്ന സമയത്ത്, എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ പർട്ടിക്കുലർ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയാസിൽ പർട്ടിക്കുലർ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. കാരണം അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. സോ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഇഷ്യൂസാണ് നമ്മൾ എപ്പോഴും ഇവിടെ അഡ്രസ്സ് ചെയ്യാറുള്ളത്. സോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്വൈസ് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു മടിയും കൂടെ നേരെ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലോട്ട് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും എന്ത് ചെയ്യട്ടെ, ഈ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. താങ്ക് യു.